കർത്താവ് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ സഹനത്തിന്റെയും കണ്ണുനീരിന്റെയും വേദനയുടെയും ആന്തരിക മനുഷ്യന്റെ സംഘർഷത്തിന്റെയും വല്ലാതെ ഭാരപ്പെടുത്തുന്ന ജീവിത വിഷയങ്ങളുടെയൊക്കെ ഈ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും നമുക്ക് ദൈവം തന്നാലും അനുവദിച്ചാലും നമ്മുടെ ജീവിതത്തിലെ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നമ്മുടെ ഗുരു, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം, വാക്കുമാറാത്ത ദൈവം നമ്മോട് പറയുകയാണ്, നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുന്നില്ല. കർത്താവ് ഇതെല്ലാം കാണുന്നു. നമ്മുടെയൊക്കെ സഹനങ്ങളിലുള്ള ഏറ്റവും വലിയ സങ്കടം എന്നാണെന്നറിയാമോ? നമ്മൾ സഹിക്കുന്നത് ആരും കാണുന്നില്ല എന്നുള്ളതല്ലേ. അതല്ലേ? അത് നമ്മൾ വീട്ടിൽ പറയും, എൻ്റെ അച്ഛാ ഞാൻ രാവിലെ മുതൽ വൈകിട്ട് വരെ വീട്ടിൽ കിടന്ന് പണിയെടുക്കുന്നുണ്ട്, അച്ഛാ ആരും മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ വേദനകള്, എൻ്റെ സഹനങ്ങള്, ഞാൻ കടന്നു പോകുന്ന ജീവിതത്തിന്റെ വിഷമങ്ങള്, സ്വകാര്യ ജീവിതത്തിന്റെ സങ്കടങ്ങളൊന്നും ആരും കാണുന്നില്ലല്ലോ എന്നുള്ളത് തന്നെ ഒരു വേദനയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിൽക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് നിന്റെ കൂടെ തന്നെയുണ്ടെന്നാണ് പറയുന്നത്. കർത്താവ് ഈ സഹനങ്ങളിലും ഈ വേദനകളിലും നിന്റെ കർത്താവ് നിന്റെ കൂടെ തന്നെയുണ്ട്. കർത്താവ് കാണുന്നുണ്ട്.